ഒരു കോഴിക്കോടൻ രുചിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുമ്പിളപ്പം ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. ഇതുണ്ടാക്കാൻ 3 ഗ്ലാസ് വറുത്ത പച്ചരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം പൊടി അതിലിട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം പത്തിരിക്ക് കുഴക്കുന്ന പാകത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കേണ്ടത്. അപ്പം കുമ്പിളപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കുക. 6 ടേബിൾ സ്പൂണോളം അവല് വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്ത് വെക്കുക. ഒരു വലിയ തേങ്ങ മുഴുവനായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. കുമ്പിളപ്പം ഉണ്ടാക്കി വരുന്ന സമയത്ത് തേങ്ങ തികയാതെ വരികയാണെങ്കിൽ രണ്ടാമതും ചിരകി ചേർക്കട്ടോ. 2 കപ്പ് പഞ്ചസാരയാണ് ഞാനിതിൽ ഇട്ട് കൊടുക്കണത്. ശർക്കര ഇട്ടിട്ടുണ്ടാക്കട്ടോ. ഞാനിപ്പം പഞ്ചസാരയാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. ഏലക്കായ പൊടിച്ചത്, ചെറിയ ജീരകമൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കട്ടോ. ജീരകത്തിൻ്റെ ഒന്നും ചുവ ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതിനെ കൊണ്ട് ഞാനതൊന്നും ചേർത്തിയില്ല. ഇനി ആ കുതിർത്ത് വെച്ച അവലും ഇതിലിട്ട് കൊടുക്കുക. ഒരു 6-7 സ്പൂൺ ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. എല്ലാം കൂടി തേങ്ങയും പഞ്ചസാരയും അവലും ഒക്കെ കൂടി നല്ലോണം മിക്സാക്കുക. ഇപ്പം കുമ്പിളപ്പം ഉണ്ടാക്കാനുള്ള മാവും ഫില്ലിങ്ങും ഒക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി കുമ്പിൾ ഉണ്ടാക്കണം. പച്ചപ്ലാവില കൊണ്ടാണ് കേട്ടോ കുമ്പിൾ കുത്തിയിട്ടുള്ളത്. ഇതേ ആകൃതിയിലാണ് കുമ്പിൾ കുത്തിയെടുക്കേണ്ടത്. ഇനി ചപ്പാത്തിക്കും പത്തിരിക്കും ഒക്കെ എടുക്കണ മാതിരി ഓരോ ഉരുളകളാക്കിയിട്ട് ഈ കുമ്പിളിൽ വെച്ചിട്ട് അതിൽ നല്ലോണം ആ കൂർത്ത ഭാഗത്തേക്ക് കയ്യിൻ്റെ വിരലുകൊണ്ട് ഇങ്ങനെ അമർത്തിയാക്കിയിട്ട് ഇങ്ങനെ ചുറ്റും കുഴി പോലെ ആക്കിയിട്ട് ഈ ഫില്ലിങ് അതിൽ നിറച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ ഇതെന്ന് അത് കൊഴിഞ്ഞു പോവാതിരിക്കാൻ കുറച്ച് മാവ് എടുത്തിട്ട് മേതെങ്ങനെ നല്ലോണം അമർത്തി കൊടുക്കുക. ഈ കുമ്പിളപ്പം വാഴയില കുമ്പിൾ കുത്തിയിട്ടും വഴനയിലും ഒക്കെ ഉണ്ടാക്കും കേട്ടോ. രാവിലെ കുമ്പിൾ കുത്തി ഉണ്ടാക്കണതിനാണ് എനിക്കൊരു എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു കുമ്പിളിപ്പം നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതുപോലെ രണ്ടാമത്തെ കുമ്പിളും ബാക്കിയുള്ള കുമ്പിളൊക്കെ അങ്ങനെ നിറച്ചെടുക്കുക. ഇത് ഈ കുമ്പിളിൽ നിറയ്ക്കുന്ന ഒരു പണി മാത്രമേ ഉള്ളൂ. പിന്നെ ആവിക്ക് വെക്കണതൊക്കെ നല്ല എളുപ്പമാണ്. എന്നും ഈ ഇഡ്ഡലിയും ദോശയും പുട്ടൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു മടുപ്പ് വരുമല്ലോ. അങ്ങനെയുള്ള സമയത്തൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമായിട്ട് ഉണ്ടാക്കട്ടോ ഇത്. ഇപ്പോൾ ഒരു പ്രാവശ്യം അടുപ്പത്ത് വെക്കാനുള്ള കുമ്പിൾ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇഡ്ഡലി ചെമ്പിൽ അടുപ്പത്ത് കുറച്ച് വെള്ളം വെക്കുക. അടിയിലെ തട്ടിടുക. എന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തേക്കാണ് വേണ്ടത്. ആ തട്ടിൽ വെക്കാൻ പറ്റണത് വരെ വെക്കുക. ബാക്കി അടുത്ത ട്രിപ്പിൽ വെച്ചാൽ മതി. എന്നിട്ട് മൂടിയിടുക. ഇത് വെന്ത പൊടിയായതിനെ കൊണ്ട് വലിയ വേവൊന്നുമില്ല. ഒരു 10 മിനിറ്റ് സമയത്തെ വേവേ ഉണ്ടാവുള്ളൂ. ഒരു 10 മിനിറ്റ് മതിയാവും ഈ കുമ്പിളപ്പം റെഡിയാവാൻ. ഇപ്പോൾ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാണാനും ഭംഗി, കഴിക്കാൻ നല്ല ടേസ്റ്റും. അതുകൊണ്ട് എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ.